ഇന്നത്തെ ടോപ്പിക്ക് PCOD അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് മാനേജ്മെൻറ്റ്. PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇന്ന് സർവ്വസാധാരണമായി നമുക്ക് സ്ത്രീകളിലും കുട്ടികളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് ജീവിതശൈലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സസീവായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കൺസംഷൻ, റിഫൈൻഡ് മൈദ പോലത്തെ ആഹാരത്തിൻ്റെ അമിത ഉപയോഗം, വ്യായാമക്കുറവ്, കൂടുതൽ അമിതമായിട്ടുള്ള കൊഴുപ്പും കലോറിയും കൂടുതലുള്ള ഭക്ഷണം, ഇതെല്ലാം ഒരു കാര്യമായിട്ട് തന്നെ ഇതിന് ഒരു കാരണമായി എടുത്തു പറയേണ്ടതാണ്. ഇത് ഭാവിയിൽ PCOD, ഡയബറ്റസ്, ഉയർന്ന ഷുഗർ വാല്യൂ അല്ലെങ്കിൽ ഡയബറ്റസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ ലെവല്, അതുപോലെ ഗർഭാശയ ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ വന്ധ്യതാ നിരക്ക് കൂടി വരികയാണ്. ഏകദേശം സ്ത്രീകൾ 10% സ്ത്രീകളിൽ PCOD വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതെങ്ങനെ ഡയറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ നോക്കാം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ബോഡി വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ശരീരഭാരം കുറയ്ക്കുക. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഏതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം? പലർക്കും അത് സംശയമാണ്, ഇങ്ങനെ ശരീരഭാരം കുറച്ച് നിർത്തുക എന്നുള്ളത്. കലോറി കുറച്ചുള്ള ഭക്ഷണം, ടോട്ടൽ കലോറി കുറച്ച് വെക്കുക. അതിനുവേണ്ടി കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ കുറയ്ക്കുക. മൈദ പ്രോഡക്ട്സ്, റിഫൈൻഡ് ഫുഡ്സ് എന്നിവയുടെ അളവ് കുറയ്ക്കുക. ഷുഗർ പ്രോഡക്ട്സ് കൺട്രോൾ ലെവലിലാക്കുക. മധുരം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. എണ്ണയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണം കുറച്ച് നിർത്തുക. എന്നാൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഡയറ്റും സ്വീകരിക്കേണ്ടതാണ്. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മുട്ടവെള്ള, മത്സ്യം, അതുപോലെ തന്നെ തൊലി കളഞ്ഞ കോഴിയിറച്ചി, ഇനി പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെയാണ് ഫൈബർ റിച്ച് ഡയറ്റും. അതിൽ കൂടുതൽ വിറ്റമിൻസും മിനറൽസും ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് തൊലിയോടുകൂടിയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഈ ധാന്യങ്ങളിൽ മുഴുധാന്യങ്ങൾ, അതല്ലെങ്കിൽ മില്ലറ്റുകൾ, ഇതിലെല്ലാം ഫൈബേഴ്സ്, നാരുകൾ കൂടുതലാണ്. ഈ നാര് ശരീരത്തിൻ്റെ എക്സ്ട്രാ ഫാറ്റിനെയും കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ കുറച്ച് നിർത്തുകയും ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൽ സിങ്ക്, അയൺ, മാൻഗനീസ്, മഗ്നീഷ്യം പോലുള്ള മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസുകളും ഉണ്ട്. ആൻറ്റി ഓക്സിഡൻ്റായിട്ടുള്ള ലിഗ്നിൻ, ഫൈറ്റിക് ആസിഡ്, ഫിറുലിക് ആസിഡ് എന്നിവ ഈ PCOD പ്രശ്നങ്ങളെ കുറച്ച് നിർത്താൻ സഹായിക്കും. അതുപോലെ സസ്യസംയുക്തമായ പോളിഫീനോളുകൾ ഇതിലുണ്ട്. ഇത് അണ്ഡാശയ ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി പയറുവർഗ്ഗങ്ങൾ തൊലിയോടുകൂടി തന്നെ ഉൾപ്പെടുത്തണം. കടല, ചെറുപയർ, മുതിര, ഇതെല്ലാം ദിവസേന ഇത് ഉപയോഗിക്കുന്നത് ഒരു അരക്കപ്പെങ്കിലും പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി ഇത് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോഷക ഗുണം കൂടും. ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും മികച്ചൊരു ഭക്ഷണമാണ് മുളപ്പിച്ച പയർ. മുളപ്പിച്ച പയർ ദിവസേന കഴിക്കുന്നത് ശരീരത്തിലെ എക്സ്ട്രാ കൊഴുപ്പിനെയും അതുപോലെ തന്നെ ടോക്സിക്കായിട്ടുള്ള കണ്ടൻസിനെയൊക്കെ ബോഡിയിൽ നിന്ന് വെളിയിൽ കളയാൻ സഹായിക്കും. അതുപോലെ വിശപ്പിൻ്റെ ഹോർമോണായ ഗ്രെയിലിൻ്റെ ഉൽപ്പാദനം കുറച്ച് നിർത്താനും സഹായിക്കും. ഇനി അണ്ടിപ്പരിപ്പുകളുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് നിയന്ത്രണ വിധേയമായി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത്. ഇതിൽ അപൂരിത കൊഴുപ്പായിട്ടുള്ള മ്യൂഫ, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പ്രോട്ടീനും ഉണ്ട്. ഇത് PCODയുടെ ഇഷ്യൂസിനെ കുറച്ച് നിർത്തും. അതുമാത്രമല്ല ഇതിൽ omega-3 ഫാറ്റി ആസിഡുകൾ സമൃദ്ധമായിട്ട് അടങ്ങിയതുമാണ്. ഇനി മത്സ്യം, omega-3 റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ, മത്തി, അയല, ചൂര, അതുപോലെയുള്ള മത്സ്യവിഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത് PCOD ഇഷ്യൂസിനെ കുറച്ച് നിർത്താൻ സഹായിക്കും. ഇനി പ്രോട്ടീനുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം ആൻഡ്രോജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ കുറച്ച് നിർത്തും. ആൻഡ്രോജൻ കൂടി നിന്നാൽ ശരീരഭാരം കൂടുന്നതായിരിക്കും. അതിനുവേണ്ടി മത്സ്യങ്ങൾ ദിവസേന 2 നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി ശ്രദ്ധിക്കാനുള്ള മുട്ടവെള്ള, ദിവസേന 2 മുട്ടവെള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പാർട്ടിലാണ് ഉൾപ്പെടുത്തുന്നത് നല്ലത്. ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ട് അത് ഓംലെറ്റ് ആക്കി ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ മുട്ടവെള്ളയും വെജിറ്റബിൾസ് കൂടെ ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കാം. ഒരു നേരത്തെ ഭക്ഷണമായി തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനിയും ശ്രദ്ധിക്കാനുള്ളത് പഴങ്ങളും പച്ചക്കറികളുടെയും കാര്യമാണ്. പഴങ്ങൾ ദിവസേന 2 നേരമെങ്കിലും പഴങ്ങൾ ഉൾപ്പെടുത്തണം.
2 സർവീസാണ് പഴങ്ങളുടെ ഒരു ദിവസത്തെ ഇൻക്ലൂഷൻ വേണ്ടത്. അതിൽ തന്നെ റെഡ് കളർ ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ ഈ PCOD കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പഴങ്ങൾ ഏതെങ്കിലും ധാന്യവർഗ്ഗങ്ങളുമായിട്ട് ചേർത്തിട്ട് സ്മൂത്തിയാക്കിയോ, ഓട്സുമായിട്ട് ചേർത്ത് സ്മൂത്തിയാക്കാം, മില്ലറ്റുമായിട്ട് ചേർത്ത് സ്മൂത്തിയാക്കാം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി പച്ചക്കറികളുടെ കാര്യം എടുത്താൽ ഒരു ദിവസം 2.5 കപ്പെങ്കിലും പച്ചക്കറികൾ ദിവസേന ഉൾപ്പെടുത്തേണ്ടതാണ്. അതിൽ ഇലക്കറികളും പച്ചക്കറികളും വേണ്ടതാണ്. ഒരു ഇലക്കറികൾ ആഴ്ചയിൽ 3 നേരമെങ്കിലും ഉൾപ്പെടുത്തുന്ന ഗുണം ചെയ്യുന്നതാണ്. ഇനി ഇടനേരാഹാരമായി ഒരു വെജിറ്റബിൾ സാലഡ് നിർബന്ധമാക്കണം. വെജിറ്റബിൾ സാലഡ് ഉൾപ്പെടുത്തുക വഴി ആഡിക്വേറ്റ് ഫൈബർ ചെല്ലുകയും ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ് കുറച്ച് നിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഈ കൂടുതൽ എണ്ണ ചേർന്ന ആഹാരങ്ങൾ, കൊഴുപ്പ് ചേർന്ന ആഹാരങ്ങൾ കുറയ്ക്കണം. ബേക്കറി പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്തുപൊരിച്ച ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇറച്ചി വർഗ്ഗങ്ങൾ, റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ, പോർക്ക് പോലെയുള്ള ഇറച്ചി വർഗ്ഗങ്ങൾ, ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. ഏതെണ്ണ ഉപയോഗിച്ചാലും അളവ് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ഒലിവ് ഓയിൽ, ബദാം ഓയിൽ, ഇതുപോലെയുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അളവ് നിയന്ത്രിച്ച് നിർത്തണം. ഏതെണ്ണയിലും വറുത്തു എടുക്കാതെ അത് മിതമായി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. PCOD നിയന്ത്രണത്തിന് ഡയറ്റ് മാത്രമല്ല എക്സസൈസും പ്രധാനമാണ്. ദിവസേന ഒരു 45 മിനിറ്റ്സെങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കണം. അതിൽ നടത്തമാകാം, സൈക്ലിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, ഇഷ്ടപ്പെട്ട ഏത് എക്സസൈസും ചെയ്യാവുന്നതാണ്. ഇനി മാനസികാരോഗ്യവും പ്രധാനമാണ്. ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും ചിട്ടയായിട്ടുള്ള ഒരു ആഹാര രീതി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്ത് നല്ലൊരു എക്സസൈസൂടെ നമുക്ക് ഫോളോ ചെയ്ത് PCODയെ നമുക്ക് ഇല്ലാതാക്കാം.